തലസ്ഥാനത്തെ മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം ആവേശത്തിലാക്കിയതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തലസ്ഥാന നഗരത്തിൽ അനന്തപുരിയിൽ പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്നും തിരുവനന്തപുരത്തിൻ്റെ വികസന മാതൃക, തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖ പ്രധാനമന്ത്രി പ്രസിദ്ധീകരിക്കുമെന്നുമായിരുന്നു കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ജനങ്ങൾക്ക്, തലസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകിയ വാക്ക്. ആ വാക്ക് BJP പാലിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലേക്കുള്ള സന്ദർശനത്തിന് മധ്യേ 2 മണിക്കൂർ നീണ്ട ഹ്രസ്വ സന്ദർശനത്തിന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. കേരളത്തിലെ മാധ്യമങ്ങളെ, കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ പൂർണ്ണമായും അമ്പരപ്പിച്ച ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. എന്നാൽ ആ സന്ദർശനം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, ആ സന്ദർശനം ഉണ്ടാക്കിയ ഓളം, ആ സന്ദർശനം കേരളത്തിലുണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ വൈബ്, അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള കുബുദ്ധിയിലാണ് കേരളത്തിലെ ഇടത് വലത് ചായ്വുള്ള മാധ്യമങ്ങൾ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ അനാവശ്യമായ വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ അനാവശ്യമായ വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ. ആ വിവാദങ്ങൾ ഒന്നല്ല, പലതാണ്. ആദ്യത്തെ വിവാദം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തിന് വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക പദ്ധതി തലസ്ഥാനത്ത് പ്രഖ്യാപിക്കുമെന്ന് നരേന്ദ്രമോദിയുടെ ഓഫീസോ കേരളത്തിലെ BJPയോ ഇതുവരെ പറഞ്ഞിരുന്നില്ല. എന്നാൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി എന്ത് വമ്പൻ പദ്ധതിയായിരിക്കും കേരളത്തിൽ പ്രഖ്യാപിക്കുക? തലസ്ഥാനത്തിന് അതിവേഗ റെയിലാണോ, അതോ എയിംസ് പ്രഖ്യാപിക്കുമോ, അതോ കേരളത്തിന് പ്രത്യേകമായി നിരവധി ട്രെയിനുകൾ പ്രഖ്യാപിക്കുമോ? എന്തൊക്കെയാണ് പ്രഖ്യാപിക്കുമെന്നുള്ള വലിയ ഗൂഢാലോചനയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിലെ അന്തിച്ചർച്ച തന്നെ തിരുവനന്തപുരത്തിന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്ന വമ്പൻ പദ്ധതികളെക്കുറിച്ചായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ തന്നെയും കേരളത്തിലെ BJP നേതൃത്വമോ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ്, ചില പ്രസംഗമാണ് നടത്തിയത്. 2 പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി, ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം. അതിൽ കേരളത്തിന് അനുവദിച്ച പുതിയ ട്രെയിനുകളുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി. കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതി തന്നെയായിരുന്നു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ റെയിൽവേ വികസനത്തിൻ്റെ തിലകുക്കുറിയാകാൻ പോകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ. ഇത് കേരളത്തിന് നൽകുന്ന വളർച്ച നേട്ടം ചെറുതല്ല. രണ്ടാമത്തെ പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ രണ്ടാമത്തെ പരിപാടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വമ്പിച്ച വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ രാഷ്ട്രീയ പരിപാടി. ആ രാഷ്ട്രീയ പരിപാടിയിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ അരാഷ്ട്രീയവാദത്തെക്കുറിച്ച്, കേരളത്തിലെ സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ച്, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്, അങ്ങനെ സഹകരണ മേഖലയിലെ വലിയ അഴിമതിയെക്കുറിച്ച്, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുമാത്രവുമല്ല, വരാനിരിക്കുന്ന കാലം കേരളത്തിൽ BJPയുടേതാണെന്നും തലസ്ഥാനത്തെ കോർപ്പറേഷനിലെ BJPയുടെ വിജയം അതൊരു സൂചനയാണെന്നും, ഗുജറാത്തിൽ BJP ആദ്യം വിജയിച്ചത് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലാണെന്നും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ മികച്ച ഭരണമാണ് ഗുജറാത്തിൽ ഭരണം നേടാൻ BJPയെ സഹായിച്ചതെന്നും പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. അതിന് ഉതകുന്ന ഒരു ഭരണമായിരിക്കണം തലസ്ഥാന കോർപ്പറേഷനിൽ BJP നടത്തേണ്ടത്. ചുരുക്കത്തിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് കോർപ്പറേഷനെയും തലസ്ഥാന കോർപ്പറേഷനെയും ഒരേപോലെ അദ്ദേഹം പേരെടുത്തു പരാമർശിച്ചു. മാത്രവുമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP വമ്പിച്ച വിജയം നേടുമെന്നും കേരളത്തിലെ ജനങ്ങൾ BJPയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ ആവേശത്തിലാഴ്ത്തിയ പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ്
തത്സമയം ടെലിവിഷനിലൂടെ ഈ പ്രസംഗം കേട്ടത്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പരിപാടി കൊണ്ട് BJPക്ക് ഉണ്ടാകുന്ന നേട്ടം ചെറുതല്ല. എന്നാൽ ദുഷ്ടലാക്കുകളായിട്ടുള്ള കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവുമടക്കം ഇപ്പോഴും പറയുന്നത് എന്തു പ്രഖ്യാപനമാണ് തിരുവനന്തപുരത്ത് കേരളത്തിന് വേണ്ടി, തലസ്ഥാനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. നിങ്ങൾ ഇത്തരത്തിൽ വിമർശിച്ചു കൊള്ളുക. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മാധ്യമങ്ങൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തിരുവനന്തപുരത്തിൻ്റെ മേയർ VV രാജേഷിനെ പ്രധാനമന്ത്രിയുടെ സ്വീകരിക്കാനുള്ള ചടങ്ങിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ്. അതിന് VV രാജേഷ് തന്നെ നല്ല പച്ച മലയാളത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആ മറുപടി ദഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ താൻ എത്താത്തത് എന്നതിനെക്കുറിച്ച് VV രാജേഷ് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് പുത്തരിക്കണ്ടം മൈതാനിൽ സംഘടിപ്പിച്ച 2 പരിപാടിയിലും മേയർ നിലയ്ക്ക് തനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിലെ മുഖ്യാതിഥി കൂടിയാണ് താൻ. അപ്പോൾ ആ പരിപാടിയിൽ ഒരിക്കലും വൈകിയെത്താൻ കഴിയില്ല. എയർപോർട്ടിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നീട് എയർപോർട്ടിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത് പുത്തരിക്കണ്ടം മൈതാനിലെ വേദിയിലേക്കാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആ വാഹന വ്യൂഹത്തെ മറികടന്നുകൊണ്ട് ഒരിക്കലും തൻ്റെ വാഹനത്തിന് എത്താൻ കഴിയില്ല. പ്രധാനമന്ത്രി വേദിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് ഒരു മനുഷ്യരെയും ആ വേദിയിലേക്ക് അടുപ്പിക്കില്ല SPG. അപ്പോൾ ഈ ഉദ്ഘാടന വേദിയിൽ നിന്ന് തനിക്ക് വിട്ടുനിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കൂടിയ BJPയുടെ കോർ കമ്മിറ്റി യോഗവും മുതിർന്ന നേതാക്കന്മാരുടെ യോഗത്തിലും എടുത്ത തീരുമാനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മേയർ VV രാജേഷ് എയർപോർട്ടിലേക്ക് പോകേണ്ടതില്ല. പുത്തരിക്കണ്ടത്തെ പ്രധാന വേദിയിൽ മാത്രം രാജേഷ് പങ്കെടുത്താൽ മതി എന്നുള്ളത് BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു. അത് താൻ തീർച്ചയായും അംഗീകരിച്ചു എന്നാണ് VV രാജേഷ് പറയുന്നത്. ഇതിന് ഒരു ഉദാഹരണം കൂടി VV രാജേഷ് പറയുന്നുണ്ട്. മുൻ മേയറായ ആര്യ രാജേന്ദ്രനുണ്ടായ ഒരു അബദ്ധം. രാഷ്ട്രപതി തിരുവനന്തപുരത്ത് ഒരു സന്ദർശനത്തിനെത്തിയപ്പോൾ എയർപോർട്ടിൽ സ്വീകരിക്കാനുള്ള ആളുകളുടെ നിരയിൽ മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം അടുത്ത് രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടിയിലും മേയർ ആര്യ രാജേന്ദ്രന് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തെ മറികടക്കാൻ മേയറുടെ വാഹനം ശ്രമിച്ചു. തുടർന്ന് രാഷ്ട്രപതിയുടെ സുരക്ഷാ സേന മേയറുടെ വാഹനത്തിന് നേരെ തോക്ക് ചൂണ്ടി. അത് വലിയ വിവാദമാവുകയും വലിയ സുരക്ഷാ വീഴ്ചയായി പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു മുന്നനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം മണ്ടത്തനം സംഭവിക്കാതിരിക്കാനാണ് താൻ എയർപോർട്ടിലെ സ്വീകരണ പരിപാടിയിൽ നിന്ന് മാറിയതെന്നാണ് VV രാജേഷ് പറയുന്നത്. എന്നാൽ മലയാളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതോ SPG ഇടപെട്ട് VV രാജേഷിനെ ആ സ്വീകരണ പരിപാടിയിൽ നിന്ന് വെട്ടിയെന്നാണ്. SPGക്ക് VV രാജേഷിനോട് എന്താണ് ഇത്ര വിരോധമെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾ ഒടുവിൽ കണ്ടെത്തിയ മറ്റൊരു തെറ്റ് മറ്റൊന്നുമല്ല. വേദിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിലെ കൗൺസിലർ മുൻ DGP ആയ R ശ്രീലേഖയ്ക്ക് കൈകൊടുത്തില്ല എന്നാണ്. R ശ്രീലേഖയ്ക്ക് ഹസ്തദാനം നൽകിയില്ല. ഇതിൽ പരിഭവിച്ച R ശ്രീലേഖ പ്രധാനമന്ത്രി വേദി വിട്ടതിന് പിന്നാലെ മറ്റൊരു വഴിയിലൂടെ പുറത്തുപോയി എന്നാണ്. ഇതിന് ചില മാധ്യമങ്ങൾ നൽകുന്ന വെർഷൻ മറ്റൊന്നാണ്. അപ്രീതിയാണ് R ശ്രീലേഖ പ്രകടിപ്പിച്ചത്. വേദിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹസ്തദാനം നൽകാൻ പോലും R ശ്രീലേഖ തയ്യാറായില്ല. മേയർ സ്ഥാനം നൽകാത്തതിലുള്ള അതൃപ്തി നേരത്തെ തന്നെ R ശ്രീലേഖ പ്രകടിപ്പിച്ചു എന്നാണ് അന്ന് മുതൽ ചില മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ വെർഷനാണ് ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹസ്തദാനം നൽകാൻ R ശ്രീലേഖ തയ്യാറായില്ല. തൻ്റെ അതൃപ്തി ഈ വേദിയിലും R ശ്രീലേഖ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് കോൾമുയിരിക്കൊള്ളുകയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ.